ഹലോ ഹായ് മക്കളെ, എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളുടെ 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പോളിഗൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ പാർട്ടിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ അവൈലബിൾ ആണ്. കൃത്യമായിട്ട് തന്നെ കണ്ട് എല്ലാവരും പഠിക്കുക. നമ്മൾ ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പറയാനായിട്ട് പോകുന്നത്. ഇന്ന് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട് വരയ്ക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്കെയില്, പെൻസില്, പ്രൊട്രാക്ടർ ഈ 3 എണ്ണം എന്തായാലും ഉണ്ടായിരിക്കണം. വരയ്ക്കുന്നത് എല്ലായ്പ്പോഴും പെൻസിൽ വെച്ച് തന്നെ ആയിരിക്കണം കേട്ടോ മക്കളെ, തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ബഹുഭുജങ്ങളിലേക്ക് നമുക്ക് കടന്നാലോ? ഓക്കെ ആണല്ലോ? യെസ്, അപ്പോൾ വരയ്ക്കാനുള്ള നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഈക്വൽ സൈഡ്സ് വിത്ത് ആംഗിൾസ് ഡിഫറെന്റ്. തുല്യ വശങ്ങൾ വരുന്ന പക്ഷേ ഡിഫറെന്റ് വ്യത്യസ്തമായിട്ടുള്ള കോണുകൾ, ആംഗിൾസ് വരുന്ന ഒരു ഹെക്സഗൺ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ ഓൾറെഡി ഒരു ഹെക്സഗൺ വരച്ചു വെച്ചിട്ടുണ്ട്. ഹെക്സഗൺ എത്ര വശങ്ങൾ ഉണ്ടാവും മക്കളെ? 6 വശങ്ങളാണ് ഒരു ഹെക്സഗൺ ഉണ്ടാവേണ്ടത് അല്ലേ? ഷഡ്ഭുജം എന്നാണ് നമ്മൾ അതിനെ മലയാളത്തിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാം. ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഈക്വൽ ആംഗിൾസ് വിത്ത് ഡിഫറെന്റ് സൈഡ്സ്. പല പല സൈഡുകളായിരിക്കും ഇതിനുണ്ടാവുക, പക്ഷേ തുല്യമായിട്ടുള്ള കോണുകളായിരിക്കണം ഉണ്ടാവേണ്ടത്. അതായത് ആദ്യം പറഞ്ഞതിന്റെ നേരെ റിവേഴ്സ് ആണ് നമ്മൾ രണ്ടാമത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിതൊന്ന് വരച്ച് നോക്കിയാലോ? നമ്മുടെ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മളുടെ ഇപ്പോൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്താലോടാ. യെസ്, ഒന്നാമത്തേൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സെയിം സൈഡ് ആയിരിക്കണം അല്ലേ? തുല്യ വശങ്ങളാണ് നമുക്ക് വരേണ്ടത്, പക്ഷേ ഡിഫറെന്റ് ആംഗിൾസ് ആണ് അല്ലെ? വ്യത്യസ്ത കോണുകളാണ് നമുക്ക് വരുന്നത്. സോ സെയിം സൈഡ് ആൻഡ് ഡിഫറെന്റ് ആംഗിൾസ് ആണ് നമുക്ക് വരയ്ക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സെയിം സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ 5 സെന്റിമീറ്റർ വെച്ചാണ് എടുക്കുന്നത്. എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ 5 സെന്റിമീറ്റർ വരുന്ന ഒരു ഷഡ്ഭുജമാണ് വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 5 സെന്റിമീറ്റർ വരുന്ന ഒരു ഷഡ്ഭുജം ആദ്യം ജസ്റ്റ് വെറുതെ ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, 6 വശങ്ങൾ വന്നിട്ടുണ്ട്. അത് കൂടാതെ 5 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നില്ല, അപ്പോൾ 5 സെന്റിമീറ്റർ ജസ്റ്റ് നമുക്കൊന്ന് എഴുതി വെക്കാം. ഓക്കെ, പക്ഷെ ഇവിടെ വരുന്ന കോണുകൾ വ്യത്യസ്തമായിട്ടുള്ള കോണുകളാണ് അല്ലേ? സെയിം സൈഡ് ആൻഡ് ഡിഫറെന്റ് ആംഗിൾസ് ആണ്. ഒരേ വശങ്ങളും തുല്യമായിട്ട് ഉള്ള വശങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കോണുകളുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കോണുകൾ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 110 ഡിഗ്രി എടുക്കാം, അല്ലെങ്കിൽ 100 ഡിഗ്രി എടുക്കാം, അല്ലെങ്കിൽ 120 ഡിഗ്രി എടുക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ആംഗിൾസ് മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ്. നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോൾ യെസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. യെസ്, അപ്പോൾ നമ്മൾ എടുക്കാനായിട്ട് പോവാണ്. നമ്മൾ ആദ്യം തന്നെ സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ ഉപയോഗിച്ച് 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കണം കേട്ടോ. 5 അപ്പോൾ കുറച്ചൊന്ന് ഇറക്കി വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് വരച്ച് വരുമ്പോൾ മുകളിൽ മുട്ടും. അപ്പോൾ 5 സെന്റിമീറ്റർ നീളത്തിൽ സ്കെയിൽ ഇത്തിരി ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് സെൻറ്ററാക്കി, സ്കെയിൽ ഒന്ന് സെൻറ്ററാക്കി വെക്കുക, ഇറക്കി വെക്കുക. അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇറക്കി വെച്ചു. 5 സെന്റിമീറ്റർ നീളത്തിലാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. 5 സെന്റിമീറ്റർ നീളത്തിൽ നമ്മൾ ആദ്യത്തെ ആ ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ? ദേ നോക്കിയടാ, നമ്മൾ ആദ്യം സ്കെയിൽ ഉപയോഗിച്ച് 5 സെന്റിമീറ്റർ വരച്ചു. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് സ്കെയിൽ അവിടെ തന്നെ മാറ്റാം. ഇനി നമ്മൾ പ്രൊട്രാക്ടർ എടുക്കാം. കൃത്യമായിട്ട് ഈ ഒരു പോയിന്റിന് ഇങ്ങോട്ടേക്ക് നീക്കി വെക്കണം. ഈ ഒരു ലൈനും 5 സെന്റിമീറ്റർ കൃത്യമായിട്ട് ഇവിടെ വയ്ക്കണം. അതിനുശേഷം നമുക്ക് എത്രയാണ്? 120 ഡിഗ്രി നമുക്ക് ആദ്യം എടുക്കാം. എത്രയാടാ? 120 ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത്. എത്ര വേണമെങ്കിലും എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. നമ്മൾ പക്ഷേ നീ നോക്കിക്കേടാ, ഇതിനകത്ത് കൃത്യമായിട്ട് 120 ഇവിടെയാണ് വരുന്നത്, ഇവിടെയാണ് 120 ഡിഗ്രി വരേണ്ടത്. അപ്പോൾ നമ്മൾ 120 ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു കൃത്യം സെൻറ്ററിലേക്ക് വരയ്ക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, അപ്പോൾ നമ്മൾ എന്നിട്ട് പ്രൊട്രാക്ടർ ഒന്ന് മാറ്റി വയ്ക്കാം. യെസ്, കൃത്യമായിട്ട് ഒന്നുകൂടി ഒന്ന് നോക്കാം നമ്മുടെ വര കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് 120 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് 120 ഡിഗ്രി ഇങ്ങനെ വരച്ച് പോയാൽ മതിയോ? പോരാ, നമുക്ക് എന്ത് വേണം? 5 സെന്റിമീറ്റർ അടയാളപ്പെടുത്തണം അല്ലേ? അപ്പോൾ നമുക്ക് 5 സെന്റിമീറ്റർ ഒന്ന് എഴുതി വെക്കാം, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. ഇവിടെ 5 സെന്റിമീറ്റർ ആയിരുന്നു, അടുത്തതിലും 5 സെന്റിമീറ്റർ തന്നെയാണ് വരേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ എടുത്ത് 120 ഡിഗ്രി ആയിരുന്നല്ലേ? 120 ഡിഗ്രി നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ 120 ഡിഗ്രി നമ്മൾ ഓൾറെഡി എടുത്ത് കഴിഞ്ഞു. 120 ഡിഗ്രി നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നമുക്ക് 110 ഡിഗ്രി എടുക്കാം. 110 ഡിഗ്രി എടുക്കാം. എടുത്ത് നോക്കിയാലോ? അപ്പോൾ ഇവിടെ 5 സെന്റിമീറ്റർ വന്നോ ഇല്ലയോ എന്നുള്ളതൊന്ന് നോക്കണം. 5 സെന്റിമീറ്റർ വന്നോ ഇല്ലയോ നമുക്ക് എന്ത് വെച്ചിട്ട് നോക്കാം? നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കാവേ. സ്കെയിൽ എടുത്തിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം. 5 സെന്റിമീറ്റർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് അളന്ന് നോക്കാം. സ്കെയിൽ വെച്ചിട്ട് അളക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാം? കൂടെ പ്രൊട്രാക്ടർ എടുത്ത് കോമ്പസ് വെച്ചിട്ട് അളന്ന് നോക്കാം. അതായത് 5 സെന്റിമീറ്റർ എത്തിയിട്ടില്ല, കുറച്ചും കൂടി വേണം. 5 സെന്റിമീറ്റർ ഇച്ചിരിയും കൂടി പൊക്കത്തേക്കാണ്, ഇത്തിരി വ്യത്യാസമുണ്ടല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വരയ്ക്കാം. ഓക്കെ, ആ ചെറിയ പോർഷനും കൂടി നമുക്ക് ആ വരച്ചങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേടാ? യെസ്, അപ്പോൾ ഇത് നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തു.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സ്കെയിൽ മാറ്റി വെക്കാം. ഇനി വീണ്ടും എന്താണ്, പ്രൊട്രാക്ടർ ആണ് വേണ്ടത് അല്ലേ? പ്രൊട്രാക്ടർ ഇവിടെ കൊണ്ടുവയ്ക്കാം. നമ്മൾ 120 ഡിഗ്രി എടുത്തു, അടുത്ത് 110 ഡിഗ്രി ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത 110 ഡിഗ്രി ഇവിടെ ഓൾറെഡി 120 എടുത്ത് കഴിഞ്ഞു. അടുത്തത് 110 ഡിഗ്രി നേരെ പോയിട്ട് പ്രൊട്രാക്ടർ എടുത്ത് നേരെ പൊസിഷൻ ക്ലിയർ ആക്കി വെക്കുക. ചരിച്ചാണ് വെക്കേണ്ടത്. അപ്പോൾ എപ്പോഴും പ്രൊട്രാക്ടർ എടുക്കുമ്പോഴാണ് നിങ്ങൾ തെറ്റിക്കാൻ സാധ്യത കൂടുതൽ വരുന്നത് കേട്ടോ. തെറ്റിക്കരുത്, കൃത്യമായിട്ട് തന്നെ ആ ഒരു ലൈൻ ഫോക്കസ് ചെയ്ത് തന്നെ വെക്കണം. ഇനി ഇവിടെ നിന്ന് ഇപ്പുറത്തുനിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കി പോവേണ്ട കേട്ടോ. ഈ താഴ്ത്തുനിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കി പോവേണ്ടത്. എത്രയാണ് നമുക്ക് വേണ്ടത്, യെസ് നമുക്ക് വേണ്ടത് 110 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കി പോകുമ്പോൾ ഇവിടെയാണ് 110 ഡിഗ്രി വന്നിരിക്കുന്നത്. 110 ഡിഗ്രി ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ നമ്മൾ എന്തെടുക്കുക, നമ്മളുടെ പെൻസിൽ എടുക്കുക, 110 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. 110ൽ നിന്ന് നമ്മളുടെ പോയിന്റിലേക്ക് നമ്മൾ കൃത്യമായിട്ട് വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ കിട്ടിയല്ലോ. യെസ്, അപ്പോൾ നമുക്ക് കിട്ടി. നമ്മളിതേ പ്രൊട്രാക്ടറിനെ എടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അത് തന്നെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, നമ്മളപ്പോൾ ഉടനെ തന്നെ 110 ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 110 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഇനി സ്കെയിൽ എടുത്തിട്ട് അത് 5 സെന്റിമീറ്റർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സ്കെയിൽ എടുത്തിട്ട് വരച്ചാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സ്കെയിൽ എടുത്തിട്ട് വരച്ച് നോക്കിയാലും മതി. ഓക്കെ, സ്കെയിൽ എടുത്തപ്പോൾ ഞാൻ അളന്ന് നോക്കുവാണേ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ എത്തിയിട്ടില്ല അല്ലേ? 4 എത്തിയിട്ടുള്ളൂ. 5ലേക്ക് എത്താനായിട്ട് ഇച്ചിരിയും കൂടി ദൂരമുണ്ട് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, 5ലേക്ക് അങ്ങോട്ട് നീട്ടി വരയ്ക്കാം. ഓക്കെ, വരച്ചോളൂ. 5ൽ മുട്ടിയിട്ടുണ്ട്. ഓക്കെ ആണ്. അപ്പം ഞാനത് എടുത്തു. റൂളർ ഞാൻ വീണ്ടും എടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് വീണ്ടും അടുത്ത നമ്മൾ 110, 120 എടുത്തതിന് ശേഷം നെക്സ്റ്റ് 5 സെന്റിമീറ്റർ കിട്ടി എന്നുള്ള കാര്യം ഇവിടെയും കൂടി എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് അടുത്ത ആംഗിൾ എടുക്കാം മക്കളെ. നമുക്ക് അടുത്തത് 130 എടുത്ത് ചെയ്തു. ഓക്കെ, എത്രയാണ്, 130. 120 എടുത്തു, 110 എടുത്തു, 130 എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇഷ്ടമുള്ളത് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. നമ്മൾ വലിയ വലിയ ആംഗിൾസ് എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എന്നാലേ വിരിഞ്ഞ് വലുതായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുന്നു. നമ്മളിപ്പോൾ എവിടെയാണോ കൊണ്ട് നിർത്തിയത് അവിടെ കൊണ്ട് വെച്ചിട്ട് വേണം എന്തെടുക്കാനായിട്ട്, അടുത്ത 130 എടുക്കാനായിട്ട് കേട്ടോ. ഇത് ഇവിടെ കൊണ്ട് വെച്ചു. താഴ്ത്തുനിന്ന് വേണം മാർക്ക് ചെയ്ത് പോകാനായിട്ട്. താഴ്ത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുക, 130 നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി പോകുമ്പോൾ ഇവിടെയാണ് 130 അല്ലേ? കണ്ടല്ലോ, 130 ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മളുടെ ആ ഒരു പെൻസിൽ എടുക്കുക, 130 മാർക്ക് ചെയ്യുക, നേരെ നമ്മളുടെ ലൈനിലേക്ക് ഫോക്കസ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു. നോക്കി, 130ൽ നിന്നും നമ്മളുടെ വരയിലേക്ക് വന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അതേ നോക്കി മക്കളെ, കിട്ടിയത് കണ്ടോ? ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ശരി, ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലൈനിൽ നമുക്ക് 5 സെന്റിമീറ്റർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നേരെ നമ്മൾ റൂളർ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്കെയിൽ എടുക്കാം. സ്കെയിലിനെ ആയിട്ട് നമ്മൾ റൂളർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ വിചാരിക്കരുത് എന്താണ് മിസ് ഈ റൂളർ എന്ന് പറയുന്നതെന്ന്. യെസ്, സ്കെയിലിനെ നമ്മൾ റൂളർ എന്ന് വിളിക്കും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, 5 സെന്റിമീറ്ററിലേക്ക് മുട്ടിച്ച് വരയ്ക്കാം. നിങ്ങളുടെ വരയ്ക്ക് ചിലപ്പോൾ 5 സെന്റിമീറ്റർ വരെ ചിലപ്പോൾ നീളം ഉണ്ടാകാം. ഇല്ലെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ മുട്ടിച്ച് നീട്ടി വരയ്ക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ തൽക്കാലം ഇവരേക്ക് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. നോക്കിക്കേ, 1 2 3 4 4 വശങ്ങൾ നമ്മുടെ ഹെക്സഗണിന്റെ 4 വശങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 2 വശങ്ങളും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ 130 കിട്ടിയത് കൊണ്ട് നമുക്ക് 130 ഇവിടെ ഒന്ന് എഴുതാവേ. 130 ഡിഗ്രി നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം. ഇവിടെ നമുക്ക് 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് കിട്ടി. അപ്പോൾ നമുക്ക് 3 വശങ്ങളും കിട്ടിക്കഴിഞ്ഞു. ഇനി 2 വശങ്ങളും കൂടി ഉള്ളൂ അല്ലേ? അത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കോമ്പസ് എടുക്കണം മക്കളെ. കോമ്പസ് എടുക്കണം. കോമ്പസ് എടുത്തിട്ട് കൃത്യമായിട്ട് 5 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യുക, 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഓൾറെഡി 5 സെന്റിമീറ്റർ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. 5 സെന്റിമീറ്റർ എന്ത് വരണം, 5 സെന്റിമീറ്റർ നമ്മുടെ റേഡിയസ് വരുന്ന രീതിയിൽ വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 5 സെന്റിമീറ്ററിൽ നമ്മൾ 4 വശങ്ങൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 2 വശങ്ങൾ കൂടിയാണ് വരയ്ക്കാനുള്ളത് അല്ലേ? അതിനുവേണ്ടി നമ്മൾ എന്തെടുക്കുക, കോമ്പസ് എടുത്തിട്ടാണ് അതിനെ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ കോമ്പസ് എടുത്തിട്ട് 5 സെന്റിമീറ്റർ ഞാൻ ഇവിടെ റേഡിയസ് റെഡിയാക്കിയിട്ട് ഒരു കോമ്പസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 5 സെന്റിമീറ്ററിൽ നമുക്ക് ആർക്ക് വരയ്ക്കണം. നമുക്ക് നോക്കിയാലോ? യെസ്, ആർക്ക് വരയ്ക്കാം. നമുക്കപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ കോമ്പസ് കൊണ്ട് വയ്ക്കുക. 5 സെന്റിമീറ്ററിൽ നമ്മൾ ഇപ്പുറത്തുനിന്ന് ഒരു ആർക്ക് കിട്ടിയത്. ഇനി ഇതേ സെയിം തന്നെ എന്ത് ചെയ്യാം, മുകളിൽ കൊണ്ടുവയ്ക്കാം. മുകളിൽ കൊണ്ടുവച്ചിട്ട് യെസ്, നമ്മൾ നേരെ തന്നെ 5 സെന്റിമീറ്റർ വരുന്ന ആർക്ക് നമ്മൾ മുകളിൽ നിന്നും താഴെ നിന്നുമായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ആ പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ ആണല്ലോ? യെസ്, നമുക്കപ്പോൾ ജോയിൻ ചെയ്യിപ്പിക്കാം. ഈ മുകളിലത്തെ പോയിന്റിൽ നിന്നും നമ്മളുടെ ഈ ഒരു ആർക്കിലേക്ക് ജോയിൻ ചെയ്യുന്നു. അതേപോലെ തന്നെ താഴ്ത്തുനിന്ന് നമ്മൾ വീണ്ടും ഇതേ സെയിം രീതിയിൽ തന്നെ മുകളിലേക്ക് വരയ്ക്കുന്നു. നോക്കിക്കേ, ഇപ്പം നമുക്കൊരു 6 വശങ്ങളുള്ള ഒരു ഹെക്സഗൺ കിട്ടിയിട്ടുണ്ടല്ലോ. ഒന്നുകൂടി ഞാൻ വരയ്ക്കാം. യെസ്, 6 വശങ്ങളുള്ള ഒരു ഹെക്സഗൺ നമുക്ക് കിട്ടി. ഓക്കെ, നമുക്കിനി ഇതിന് പേരും കൂടി കൊടുത്ത് 5 സെന്റിമീറ്റർ ഒക്കെ എഴുതി വൃത്തിയായിട്ട് നമുക്കതിനെ കംപ്ലീറ്റ് ചെയ്യാം. 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ. അപ്പോൾ ഹെക്സഗൺ ഒരു പേരൊക്കെ കൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് പേര് കൊടുക്കാം. ABCDEF. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ്
ഹെക്സഗൺ എന്ന് പറയുന്നത്. അതായത് ഈക്വൽ സൈഡ്സും ഡിഫറെന്റ് ആംഗിൾസും വരുന്ന ഫസ്റ്റത്തെ ഹെക്സഗൺ. ഇതേപോലെ തന്നെ നമുക്ക് ഇനി എന്താണ് മക്കളെ അടുത്ത ഒരെണ്ണം വരയ്ക്കാനായിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ. അപ്പോൾ അടുത്തത് എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുക എന്നുള്ളത്. സെക്കൻഡ് വൺ നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ സെയിം ആംഗിൾസ് ആണ് ഇതിനകത്ത് വരേണ്ടത് അല്ലേ. സെയിം ആംഗിൾസ് ആൻഡ് ഡിഫറെന്റ് സൈഡ്സ് അല്ലേ. സെയിം ആംഗിൾസ് ആൻഡ് ഡിഫറെന്റ് സൈഡ്സ്. ഇതിനകത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഹെക്സഗന്റെ ഓരോ വശങ്ങളും എങ്ങനെയാണെന്നുള്ളത്. ഹെക്സഗന്റെ ഓരോ വശങ്ങളും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം എന്തറിയണം? സമ്മിന്റെ ഇക്വേഷൻ നമുക്ക് അറിയണം അല്ലേ. സമ്മിന്റെ ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? n-2 × 180 ഡിഗ്രി. അപ്പോൾ നമ്മളുടെ ഹെക്സഗൺ എത്ര വശങ്ങളുണ്ട്? 6 വശങ്ങളാണ് ഒരു ഹെക്സഗൺ ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 6 - 2 × 180 ഡിഗ്രി. 6 - 2 എന്ന് പറയുമ്പോൾ 4 ആണ്. 4 × 180 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു 720 ഡിഗ്രി എന്ന് നമുക്ക് ടോട്ടൽ സമ്മ് കിട്ടും. 720 എന്ന് ടോട്ടൽ സമ്മ് കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈച്ച് ആംഗിൾ, ഓരോ കോണും എത്രയായിരിക്കും വരേണ്ടത് എന്ന് നമുക്ക് ഇതിൽ നിന്നും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 720 ആണ് മൊത്തം സമ്മ്. നമുക്ക് എത്ര വശങ്ങളുണ്ട്? 6 വശങ്ങളാണ് ഒരു ഹെക്സഗൺ ഉള്ളത്. അപ്പോൾ അതിനെ 6 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ പോരെ, ഓരോ കോണും കിട്ടൂലേ. ഓരോ കോണും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എത്ര കിട്ടൂടാ? 120 ഡിഗ്രിയാണ് അപ്പോൾ നമുക്ക് ഓരോ കോണും കിട്ടേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ 120 ഡിഗ്രി കോൺ വലിപ്പം വരുന്ന പല പല വശങ്ങൾ വരുന്ന ഒരു ഹെക്സഗൺ നമുക്ക് വരച്ചെടുത്താലോ? യെസ്, നമുക്ക് നോക്കാം. അടുത്ത പേജിലേക്ക് നമ്മൾ കടക്കുന്നു. അടുത്ത പേജിൽ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരേ ഒരു കണ്ടീഷൻ, ഈച്ച് ആംഗിൾ, ഓരോ കോണും എത്രയായിരിക്കണോടാ? ഈച്ച് ആംഗിൾ ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി. മറക്കരുത് കേട്ടോ, മറക്കരുത്. 120 ഡിഗ്രിയാണ് ഓരോ കോണും വരേണ്ടത്. വരച്ചു തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമുക്ക് ഇഷ്ടമുള്ള സൈഡിൽ വരയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ 5 സെന്റിമീറ്റർ എടുത്തുകൊണ്ട് നമ്മൾ ഇവിടെയും 5 സെന്റിമീറ്റർ തന്നെയാണ് എടുക്കുന്നത്. സോ നമ്മൾ റൂളർ എടുക്കുന്നു, കൃത്യമായിട്ട് അതിനെ താഴത്തേക്ക് നമ്മൾ നേരത്തെ വരച്ച പോലെ പ്ലേസ് ചെയ്ത് വെക്കുന്നു. 5 സെന്റിമീറ്റർ വലിപ്പത്തിൽ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ എപ്പോഴും താഴത്തേക്കും നീട്ടി വരയ്ക്കുക. കാരണം ഹെക്സഗന്റെ ബേസ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അടിയിലേക്ക് നീട്ടി വരയ്ക്കാം. മുകളിൽ കൊണ്ടുവച്ചാൽ ചിലപ്പോൾ മുകളിൽ മുട്ടും. അപ്പോൾ കൃത്യമായിട്ടത് നോക്കി വരയ്ക്കണം. നമുക്ക് ഇവിടെ വേറൊരു കളറിൽ വരയ്ക്കാം. ഓക്കെ, നമുക്ക് 5 സെന്റിമീറ്റർ നീളത്തിൽ ഞാൻ പച്ച കളറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5 സെന്റിമീറ്റർ നീളത്തിൽ നമ്മളുടെ ആദ്യത്തെ വര നമ്മൾ വരച്ചു. നേരെ തന്നെ നമ്മൾ സ്കെയിൽ എടുത്ത് മാറ്റി വെക്കുന്നു. നമുക്കിനി എങ്ങനെയാണ് ഇപ്പുറത്തെ സൈഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് പേര് കൊടുക്കാം. പേര് കൊടുക്കാം. PQ എന്ന് നമ്മളുടെ ബേസിന് നമ്മൾ പേര് കൊടുത്തു. എത്രയാണ് നമുക്ക് എടുക്കേണ്ടത്? 120 ഡിഗ്രിയാണ് നമുക്ക് എടുക്കേണ്ടത്. ഉടനെ തന്നെ നമ്മൾ എന്തെടുത്തു? പ്രൊട്രാക്ടർ എടുത്ത് കൊണ്ടുവയ്ക്കുക. കൃത്യമായിട്ട് Pയിൽ കൊണ്ടുവയ്ക്കുന്നു. 120 ആണ്. ഇവിടെ യാതൊരു മാറ്റവും ഇല്ല. 120 ഡിഗ്രിയാണ് നമുക്ക് വരേണ്ടത്. സോ ഇവിടെ വച്ചു. അതിനുശേഷം 120 ഡിഗ്രി, 0യിൽ നിന്നും നമ്മൾ 120 നോക്കുമ്പോൾ ഇങ്ങോട്ടേക്കാണ് 120 ഡിഗ്രി പോയേക്കുന്നില്ല. അപ്പോൾ 120 ഡിഗ്രി കൃത്യമായിട്ട് തന്നെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് പെൻസിൽ എടുത്തു. 120 ഡിഗ്രി നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. 120 നിന്നും നമ്മുടെ Pയിലേക്ക് ഒരു വര വരയ്ക്കാം. ഓക്കെ ആണല്ലോ, അതേ വന്നൂലോ. യെസ്, അപ്പോൾ കൃത്യമായിട്ട് തന്നെ വരയ്ക്കുക. നമ്മളതേ റൂളർ എടുത്ത് മാറ്റി വെച്ചു. ആൻഡ് അതിനുശേഷം നമുക്കൊന്ന് കൃത്യമായിട്ടൊന്ന് വരച്ച് റെഡിയാക്കി വെക്കാം. യെസ്, ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ മാർക്ക് ചെയ്യുന്നത് ഇത് 120 ഡിഗ്രിയാണ്. അത് നമ്മൾ എഴുതി. ഇനി നമുക്കിവിടെ 5 സെന്റിമീറ്റർ എടുത്തു. ഞാൻ 5 സെന്റിമീറ്ററും എഴുതിയേ. ഇനി അടുത്തത് എടുക്കാൻ പോകുന്ന 5 സെന്റിമീറ്റർ തന്നെ വേണോ? ഇല്ല, യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് എന്തെടുക്കാം? നമുക്ക് ഒരു 4.5 എടുത്താലോ? 5 സെന്റിമീറ്റർ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഒരു 4.5 എടുക്കാം. 4.5 എടുക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? ഏത് ടൂള് വേണം? നമ്മളുടെ സ്കെയിൽ വേണമല്ലേ. സ്കെയിൽ എടുത്തു. നമ്മളത് തിരിച്ച് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ കൊണ്ടുവച്ചു. 4.5 സെന്റിമീറ്റർ കിട്ടണ്ടോ എന്ന് നമുക്ക് നോക്കണം കേട്ടോ. 4.5 സെന്റിമീറ്റർ കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ P കൊണ്ട് 4.5 വെച്ചു. 4.5 എന്ന് പറയുമ്പോൾ എന്താണ്? 4 കഴിഞ്ഞിട്ട് 5 വരയും കൂടി വരണം അല്ലേ. 4 കഴിഞ്ഞിട്ട് 5 കൂടി വരണം. അപ്പോൾ 4.5 ഏകദേശം നമ്മൾ വരച്ച വര കൃത്യമാണോ? ഏകദേശം നമ്മളുടെ വര കറക്റ്റാണ്. ഇതാണ് നമ്മുടെ പോയിന്റ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേറൊരു വര നമുക്ക് വീണ്ടും വരയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ വര എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്ത് വെക്കാം. ഏകദേശം ഓക്കെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ സ്കെയിൽ എടുത്ത് മാറ്റാം നമുക്ക്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ പ്രൊട്രാക്ടർ വരൂ, കടന്നു വരൂ. നമ്മൾ പ്രൊട്രാക്ടർ എടുത്തു, നേരെ തിരിച്ചു കൊണ്ടുവച്ചു. അഡ്ജസ്റ്റ് ചെയ്യണേ കറക്റ്റായിട്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു ലൈനിൽ കൊണ്ടുവച്ചു. എത്ര ഡിഗ്രിയാണ് എടുക്കേണ്ടത്? വീണ്ടും 120 ഡിഗ്രിയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ താഴത്ത് നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് 120 ഡിഗ്രി. കൃത്യമായിട്ട് നമ്മുടെ സ്കെയിലും പെൻസിലൊക്കെ എടുത്ത്
വര തുടങ്ങുക. 120 ഡിഗ്രിയിലേക്ക് കൃത്യമായിട്ട് വരയ്ക്കാം. തേന കിട്ടി? ഓക്കെ അല്ലേടാ? യെസ്. വീണ്ടും നമ്മൾ പ്രൊട്രാക്ടർ എടുത്ത് മാറ്റി വയ്ക്കുക. നോക്കുക, ഇവിടെ നമ്മൾ 4.5 സെന്റിമീറ്റർ എടുത്ത് അല്ലെ, 4.5 സെന്റിമീറ്റർ നമ്മൾ ഈ ഒരു സൈഡിൽ എടുത്താണ്. അപ്പോൾ അടുത്തതിൽ വീണ്ടും 4.5 എടുക്കാമോ? പറ്റില്ല. വേറെ ഏതെങ്കിലും ഒരു സൈഡ് വേണം എടുക്കാനായിട്ട്. വേറെ ഏതെങ്കിലും ഒരു വശം എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് റൂളർ എടുത്തിട്ട് നമുക്ക് നോക്കാം ഏത് എടുക്കണം നമുക്കൊന്ന് ആലോചിക്കാം. നമുക്കൊരു 4 എടുത്താലോ? ഒരു 4 പിടിക്കാം. നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ, നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല, ആരും ചോദിക്കില്ല കേട്ടോ. സോ നമുക്ക് ഒരു 4 സെന്റിമീറ്റർ പിടിക്കാം. നോക്കുമ്പോൾ ഇത്തിരി നമുക്ക് അങ്ങനെ നീങ്ങി പോയിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. സോ നമ്മളിത് 4 എന്ന് പറയുന്ന പോയിന്റിൽ ഒരു കുരുപ്പ് കൊടുത്തു. ഓക്കെ, നമ്മളൊരു കുരുപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി മായ്ച്ചു കളയാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ വീണ്ടും സ്കെയിലിനെടുത്ത് മാറ്റി വയ്ക്കുന്നു. എന്ത് ചെയ്യാം? നമുക്ക് ആ ചെറിയൊരു പോർഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മായ്ച്ചു കളയാം കേട്ടോ, സൂക്ഷിച്ച് മായ്ക്കണേ. അപ്പോൾ പെൻസിൽ എടുത്ത് വേണം എല്ലാം വരയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ മായ്ച്ചു കളയാൻ പറ്റുമോ? ഇല്ല. പേന വെച്ച് നമ്മൾ വരച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടെ ഇങ്ങനെ പാടായിട്ട് കിടക്കും, നമുക്ക് മായ്ച്ചു കളയാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ വീണ്ടും നമ്മൾ പ്രൊട്രാക്ടർ എടുക്കാം, നേരെ തിരിച്ചു വയ്ക്കുക. വീണ്ടും നമ്മൾ 120 ഡിഗ്രി എടുക്കാനായിട്ട് പോവാണ്. ഇത് നമ്മൾ പോയിന്റിൽ കൃത്യമായിട്ട് കൊണ്ടുവച്ചു. ഓക്കെ, എന്ത് ചെയ്യാം? 120 ഡിഗ്രി എടുക്കുവാണെങ്കിൽ അപ്പോൾ നമ്മൾ നോക്കാം, ഇവിടെ ഇങ്ങനെ പോയി ഇവിടെയാണ് 120 അല്ലേ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ അല്ലേടെ കിട്ടുന്നത്, ഇവിടെ വരെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ വീണ്ടും പ്രൊട്രാക്ടർ എടുത്ത് മാറ്റി വെച്ചു. നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി 5 സെന്റിമീറ്റർ 4.5 4 സെന്റിമീറ്റർ വരെ എടുത്തു കഴിഞ്ഞു അല്ലേ. 4 സെന്റിമീറ്റർ വരെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പം ഇനി അടുത്തത് എടുക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളത് എടുക്കാനോ കുഴപ്പമൊന്നുമില്ല, ഏത് വേണമെങ്കിലും ഇനി എടുക്കാവുന്നതാണ്. നമുക്കൊരു 3.5 പിടിച്ചാലോ? ഓക്കെ, നമുക്ക് താഴെ നിന്നും വരച്ചു തുടങ്ങാം. നിങ്ങളിപ്പോൾ ക്യൂവിൽ നിന്ന് വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്യൂവിൽ നിന്നും വരച്ചു തുടങ്ങാം. ഇവിടെ ഒരു 3.5 എടുത്താലും പ്രശ്നമൊന്നുമില്ല, കാരണം ഇവിടുത്തെ വശങ്ങൾ ഒരേപോലെ അല്ല വരേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് റൂളർ എടുത്തിട്ട് ഒരു 3 സെന്റിമീറ്റർ എടുക്കാം. 3 സെന്റിമീറ്റർ പിടിക്കുന്നു. ഓക്കെ, 3 സെന്റിമീറ്റർ ഇവിടെയാണ് വരിക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് മായ്ച്ചു കളയാം. ഓക്കെ, റബ്ബർ എടുത്തിട്ട് മായ്ച്ചു കളയാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ പ്രൊട്രാക്ടർ കൊണ്ടുപോയിക്കാം. അവിടെ ഇനി എന്തെടുക്കണോടാ? 120 ഡിഗ്രിയാണ് ഇനി വീണ്ടും എടുക്കേണ്ടത്. അവിടെയാണ് നിങ്ങൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇനി ഇപ്പം എത്ര വശങ്ങളായിടാ? 4 വശങ്ങളായില്ലേ. ഇനി അടുത്തത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോമ്പസ് എടുത്തിട്ട് കട്ട് ചെയ്ത് ചെയ്താലും മതി, പ്രശ്നമൊന്നുമില്ല. അവിടെ 120 ഡിഗ്രി തന്നെ വരത്തുള്ളൂ. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? നമുക്കപ്പോൾ ക്യൂവിൽ നിന്ന് നമുക്ക് അടുത്തൊരു സൈഡ് വരയ്ക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി PQR കൊടുക്കാം. നമുക്കിവിടെ 6 PQRS കൊടുത്തെങ്കിൽ നമുക്കിനി വീണ്ടും ക്യൂവിൽ നിന്ന് അടുത്തത് കൊടുക്കാവേ. ക്യൂവിൽ നിന്ന് കൊടുക്കാനായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ പ്രൊട്രാക്ടർ എടുക്കുന്നു, അതിവിടെ കൊണ്ടുവയ്ക്കുന്നു. ക്യൂവിൽ നിന്ന് നമ്മുടെ 120 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യണേ. കൃത്യമായിട്ട് വയ്ക്കുന്നു. 120 ഡിഗ്രി നമുക്ക് മാർക്ക് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 120 ഡിഗ്രി ഇവിടെയാണ് വരുന്നത്. ഇവിടെ നിന്ന് 0 0 0 എടുക്കുമ്പോൾ കൃത്യമായിട്ട് ഇപ്പുറത്തേക്ക് ഇവിടെ 120 എടുത്തു എന്ന് വിചാരിക്കും. 120 എടുത്തത് തെറ്റാണ് അല്ലേ, കാരണം ചെറിയൊരു ആംഗിളേ വരത്തുള്ളൂ. നമ്മൾ 0-ൽ നിന്നും തുടങ്ങി നമ്മൾ ഇപ്പുറത്തേക്ക് 120 ഇപ്പുറത്തെ സൈഡിലാണ് വരേണ്ടത്. കുറേ പേര് ഇവിടെ കൊണ്ടുപോയി 120 എടുത്ത് വയ്ക്കും. 120 എപ്പോഴും ചെറിയ ആംഗിൾ അല്ല, വലിയ ആംഗിൾ ആണെന്ന് ഓർക്കണം കേട്ടോ. അങ്ങനെ തെറ്റ് പറ്റാറുണ്ട് മെജോറിറ്റി ആൾക്കാർക്ക്, അതുകൊണ്ട് പറഞ്ഞതാണ്. 120 നോക്കിയത് ഇവിടെയാണ് വരുന്നത് അല്ലേ. ഈ 60യുടെ മുകളിൽ ഇവിടെ നോക്കിയിട്ട് ഈ ഒരു ട്രാക്കിൽ 60യുടെ അടിയിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 60 വേണം നമ്മൾ ഇങ്ങോട്ടേക്ക് വരയ്ക്കാൻ ആയിട്ട്, തെറ്റിക്കരുത് എൻ്റെ മക്കള്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വരച്ചു, മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് 4 സെന്റിമീറ്റർ എടുത്തു, 4.5 എടുത്തു, 5 സെന്റിമീറ്റർ എടുത്തു. നമുക്ക് വേണമെങ്കിൽ ഒരു 3.5 എടുക്കാം. ഓക്കെ, 3.5 നമ്മൾ വരയ്ക്കാനായിട്ട് എടുത്തു. നമ്മുടെ കോമ്പസ് ഒക്കെ എടുത്ത് വെച്ചു, സോറി സ്കെയിലൊക്കെ എടുത്ത് വെച്ചു. നമ്മൾ 3.5 ഇത് ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ബാക്കിയുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണോടാ? ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് വേണം? നമുക്ക് നമ്മളുടെ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് 1 2 3 4 4 വശങ്ങളായി. ഇനി 4 വശം കിട്ടിയ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് നമുക്ക് എന്ത് വെച്ചിട്ട് ചെയ്യാം? കോമ്പസ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. കോമ്പസ് എടുക്കാതെ തന്നെ നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മൾ ആദ്യം നമ്മുടെ എസ്സിൽ കൊണ്ടേ അത് വയ്ക്കുക. എസ്സിൽ കൊണ്ടേ കൃത്യമായിട്ട് വച്ചതിന് ശേഷം നമുക്ക് 120 ഡിഗ്രി ഇവിടെ അടയാളപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മളുടെ ക്യൂവിൽ നിന്ന് കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 120 ഡിഗ്രി അടയാളപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിയിരിക്കുന്ന കണ്ടോടാ. ഇത് രണ്ടും കൂടി നമ്മളുടെ ഇവിടെ കൂട്ടിമുട്ടുന്നു. ഓക്കെ, നമുക്കിപ്പോൾ ഡിഫറെൻറ്റ് സൈഡ്സ് വരുന്ന കൃത്യം ഈക്വൽ ആംഗിൾസ് വരുന്ന ഒരു ഹെക്സഗൺ നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിച്ചല്ലേ. 120 ഡിഗ്രി തന്നെയാണ് എല്ലാത്തിലും വരേണ്ടത് കേട്ടോ. 120 ഡിഗ്രി നമുക്ക് എല്ലാത്തിലും വരണം. നമ്മൾ കോമ്പസ് എടുത്ത് വരച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പസിൽ ചിലപ്പോൾ അളവ് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോമ്പസ് എടുക്കേണ്ട, കൃത്യമായിട്ട്
അളവ് എടുത്ത് തന്നെ ആംഗിൾസ് അളന്ന് തന്നെ വരച്ചാൽ മതി. കിട്ടിയില്ലേടാ? കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? യെസ്, നമ്മൾ ഇവിടെ എടുത്തത് 3.5 ആണ് കേട്ടോ, 3.5 സെന്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റിന്റെ 2 സബ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കിയാലോ. ഡ്രോ എ റെഗുലർ ഒക്ടഗൺ വിത്ത് 8 സൈഡ്സ്. 8 വശങ്ങളാണ് ഒരു ഒക്ടഗണെ സംബന്ധിച്ചിട്ട്. യെസ്, അഷ്ടഭുജം എന്നാണ് നമ്മൾ അതിനെ മലയാളത്തിൽ പറയുന്നത്. ഓഫ് 3 സെന്റിമീറ്റർ ഈച്ച്. വശങ്ങൾക്ക് എത്രയാണ്? 3 സെന്റിമീറ്റർ വശം വരണം. അങ്ങനെ വരുന്ന ഒരു റെഗുലർ ഒക്ടഗൺ ആണ് നമ്മളോട് വരച്ചെടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും. യെസ്, അപ്പോൾ ഒക്ടഗണിന്റെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് അറിയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സമ്മും കാര്യങ്ങളും അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സം n-2 × 180 ഡിഗ്രി ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. n-2 × 180 ഡിഗ്രി. n എന്ന് പറയുന്നിടത്ത് എന്ത് കൊടുക്കണോടാ? എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ 8 കൊടുക്കണം. 8 - 2 × 180 ഡിഗ്രി വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ 8 - 2 എന്ന് പറയുമ്പോൾ 6 × 180 ഡിഗ്രി ആണ് വരിക. ആൻഡ് അത് കൃത്യമായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരും 1080 എന്ന് വരും. 1080 ഇതാണ് നമ്മുടെ ടോട്ടൽ സം. അങ്ങനെയാണെങ്കിൽ ഈച്ച് ആംഗിൾ, ഓരോ കോണും കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യൂടാ? 1080യെ നമ്മളുടെ നമ്പർ ഓഫ് സൈഡ്സ് 8 ആണ്, അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 135 ഡിഗ്രി എന്നാണ് വരുന്നത്. അപ്പോൾ വശങ്ങളുടെ നീളം നമ്മുടെ കയ്യിലുണ്ട്, ദാറ്റ് ഈസ് 3 സെന്റിമീറ്റർ. ആൻഡ് കോണുകൾ നമുക്ക് പറയാം 135 ഡിഗ്രിയാണ്. എന്നാൽ നമുക്ക് വരച്ചു തുടങ്ങിയാലോ? ആർ യു റെഡി? നോക്കിയാലോ നമുക്ക് നമ്മുടെ ഒക്ടഗൺ നമുക്കൊന്ന് വരച്ചെടുത്താലോ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. ഒക്ടഗൺ വരയ്ക്കാനായിട്ട് നമുക്കറിയാം സൈഡ്സ് എത്രയാണ്? സൈഡ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾസ് എത്രയാണ്? കോണുകൾ നമ്മുടെ കയ്യിൽ 135 ഡിഗ്രി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ബേസിക് ഇൻഫോർമേഷൻ. ഈ രണ്ടും വെച്ചോട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഈ ഒരു പ്രോബ്ലം ചെയ്യണം. എളുപ്പമല്ലേടാ? എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ 3 സെന്റിമീറ്റർ നീളം വരുന്ന ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്തെടുത്തു? നമ്മുടെ റൂളർ എടുത്തു, നീക്കി വെക്കാം. നേരത്തെ പോലെ തന്നെ നീക്കി വേണം വരയ്ക്കാനായിട്ട്. 3 സെന്റിമീറ്റർ ആയിട്ട് അധികം സ്പേസ് പോകില്ല, എന്നാൽ പോലും ഒന്ന് അത് കണ്ടറിഞ്ഞ് ചെയ്യണം കേട്ടോ. ശരി, അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നു? നമ്മളെ സ്കെയിലൊക്കെ എടുത്ത് വെച്ചു. കൃത്യമായിട്ട് നമ്മൾ 3 സെന്റിമീറ്ററിൽ എന്ത് വരച്ചു? വര വരച്ചു. ഓക്കെ, നമ്മുടെ സ്കെയിൽ അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പ്രൊട്രാക്ടറിനെ പിടിക്കാം. നമ്മുടെ 135 വേണ്ടേടാ. അപ്പോൾ 135 വരയ്ക്കണതിന് മുന്നേ ആയിട്ട് ഇവിടെ 3 സെന്റിമീറ്റർ ആണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യാം. ആൻഡ് അതുകൂടാതെ നമുക്ക് പേരും കൂടി കൊടുക്കാം, AB. നമ്മുടെ പ്രൊട്രാക്ടർ നമ്മൾ ഇനി എടുത്ത് എവിടെ കൊണ്ടുവയ്ക്കുന്നു? എയിൽ കൊണ്ടുവയ്ക്കുന്നു. എയിൽ കൊണ്ടേ നമ്മൾ പ്രൊട്രാക്ടർ വയ്ക്കുന്നു. കൃത്യമായിട്ട് തന്നെ നോക്കാം. നമ്മളുടെ എത്ര ഡിഗ്രിയാണ്? 135. അതപ്പോൾ ഇങ്ങോട്ടേക്ക് വരും അല്ലേ? 135 എന്ന് പറയുമ്പോൾ ഇവിടെയാണ്, 30 കഴിഞ്ഞിട്ടാണ് 135 വരേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് 135 കൊണ്ടുപോയിട്ട് നമ്മുടെ പെൻ വയ്ക്കുക, നമ്മുടെ എയിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇതേ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്കും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, യെസ്, ഇപ്പോൾ പെർഫെക്റ്റ്. ഓക്കെ, ഇനി അതിനുശേഷം എന്ത് ചെയ്യുക? ഇവിടെ 3 സെന്റിമീറ്റർ എടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി നമ്മുടെ സ്കെയിലിന് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്കെയിൽ നമ്മൾ എടുത്തു വെച്ചു. 3 സെന്റിമീറ്റർ നമുക്ക് കോമ്പസ് വെച്ചിട്ടും വരയ്ക്കാം, സ്കെയിൽ വെച്ചിട്ടും വരയ്ക്കാം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പം സ്കെയിൽ ആയതുകൊണ്ട് ഞാൻ സ്കെയിൽ എടുക്കുന്നു. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഇത് ഇവിടെയാണ് നമ്മളുടെ 3 സെന്റിമീറ്റർ വരുന്നത്. 3 സെന്റിമീറ്റർ ഒക്കെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ കൊണ്ടുപോയിട്ട് വീണ്ടും ആ വരച്ചിരിക്കുന്ന പോയിന്റ്, ഇത് ഇവിടെയാണ് എനിക്ക് പോയിന്റ് കിട്ടിയിരിക്കുന്ന ആ പോയിന്റ് കൊണ്ട് ഞാൻ വെച്ചു. ഇനി അടുത്ത് എന്താണ്? 135 ഡിഗ്രി വീണ്ടും മാർക്ക് ചെയ്തെടുക്കണം അല്ലേ? 135 ഡിഗ്രി മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ട്രാക്ടർ സെറ്റ് ചെയ്ത് വെച്ചു. യെസ്, 135 എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. യെസ്, നമ്മുടെ ലൈൻ എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു പൊസിഷനിൽ നിന്ന് വേണം നമ്മൾ 0 മാർക്ക് ചെയ്ത് മുകളിലാണ് നമ്മുടെ 135 ഡിഗ്രി കേട്ടോ. താഴത്തുനിന്ന് എടുത്ത് വയ്ക്കൽ എൻ്റെ പൊന്നുമക്കളെ. യെസ്, അപ്പോൾ 135 ഇപ്പുറത്തായിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്ച്വലി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഒരു ഒക്ടഗൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് വലിപ്പത്തിൽ ഇത് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതിയത് ഈ ഒരു ഇത്രയും വരെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വന്ന ആ വാല് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ ആണല്ലോ? യെസ്, ഓക്കെ, അത്രയും കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് വീണ്ടും 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്കെയിൽ എടുത്തു, കൃത്യമായിട്ട് കൊണ്ടുവച്ചു. ഓക്കെ, ഇതേ നമ്മൾ മാർക്ക് ചെയ്യുവാണ് 3 സെന്റിമീറ്റർ. യെസ്, അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടാണ് നമ്മൾ 3 സെന്റിമീറ്റർ വരിക. ഓക്കെ, കിട്ടിയല്ലോ, 3 സെന്റിമീറ്റർ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സ്കെയിലിനെടുത്ത് മാറ്റി വെച്ചു. വീണ്ടും ട്രാക്ടറിനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. 135 എഗെയിൻ. ഓക്കെ, വീണ്ടും 135 എടുക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എടുത്ത് പോകുമ്പോൾ മുകളിലേക്കാണ് 135 വരേണ്ടത് കേട്ടോ. ആ ഒരു ആംഗിൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതാണ് നിങ്ങൾക്ക് ഓൾറെഡി തെറ്റാനായിട്ട് പോകുന്നൊരു സാധനം. ബാക്കി എല്ലാവരും കൃത്യമായിട്ട് തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാം. 135 പൊസിഷൻ മാറിപ്പോകരുത്. ഓക്കെ, ഇതേന കിട്ടി. ഓക്കെ ആണല്ലോ? ഇതേന നമ്മളിപ്പോൾ ട്രാക്ടർ എടുത്ത് മാറ്റി വെച്ചു. വീണ്ടും സ്കെയിൽ എടുത്ത് അളക്കാൻ പോകുന്നു. യെസ്, സ്കെയിൽ എടുക്കുന്നു.
വയ്ക്കുന്നു. 3 സെന്റിമീറ്റർ. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ 3 സെന്റിമീറ്റർ. ഓക്കെ, ബാക്കിയുള്ള പോർഷൻ നമുക്കൊന്ന് മായ്ച്ചു കളഞ്ഞാലോ? ബാക്കിയുള്ള പോർഷൻ നമുക്കൊന്ന് മായ്ച്ചു കളയാം. ഇവിടെയും ഒരു പോർഷൻ അവിടെ കിടക്കട്ടെ. തൽക്കാലം നമുക്കത് ഇത് വരച്ചിട്ട് മായ്ച്ചു കളയാം. ഓക്കെ, നമ്മൾ എന്നിട്ട് പ്രൊട്രാക്ടർ എടുക്കുന്നു, കൊണ്ടുവയ്ക്കുന്നു. കൃത്യമായിട്ട് ഇത് ഇവിടെ കൊണ്ടുവയ്ക്കാം. 135 നമ്മൾ ആസ് യൂഷ്വൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്ത് പോകുന്നു. ഇവിടെ നിന്ന് എടുത്തിട്ട് 135 ഇവിടെയാണ് വരിക. ഇവിടെ നമുക്ക് ഏകദേശം അറിയാം, ഇവിടെ നിന്ന് നേരെയുള്ളൊരു വരെ ആയിരിക്കും വരേണ്ടത്. അപ്പോൾ നമുക്ക് ഏകദേശം അതിനെപ്പറ്റി ഒരു ധാരണയുണ്ട്. ഓക്കെ, യെസ്, 135 ഇവിടെയാണേ. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് 135ലേക്ക് കൃത്യമായിട്ട് വരവായിരിക്കും. ഒരു സ്ട്രേറ്റ് ലൈൻ, പക്കാ സ്ട്രേറ്റ് ലൈൻ എനിക്കും കിട്ടി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും നമ്മളുടെ പരിപാടി കണ്ടിന്യൂ ചെയ്യുന്നു. 3 സെന്റിമീറ്റർ എടുക്കാൻ വേണ്ടി നമ്മൾ സ്കെയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നു. സ്കെയിൽ ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചു. 3 3 3 3 3 3 യെസ്, 3 കിട്ടി. ഞാൻ ഇവിടെ നമ്മുടെ 3 സെന്റിമീറ്റർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് വരയ്ക്കാം. ഓക്കെ, സ്കെയിൽ എടുത്ത് മാറ്റി വെച്ചു. അഗൈൻ ദ പ്രോസസ് റിപ്പീറ്റിംഗ്. നമ്മൾ കൊണ്ടുവയ്ക്കുന്നു. 135 വീണ്ടും എടുക്കണം അല്ലേ? 135 എടുക്കാനായിട്ട് നമ്മൾ നോക്കാതെ ഇവിടെ നിന്ന് വേണം നമ്മൾ ഇങ്ങോട്ട് താഴത്തേക്ക് ഇവിടെ ആയിട്ടാണ് 135 വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ എടുക്കാം, നമ്മുടെ വരയിൽ നിന്നും 135 നമ്മൾ കണക്കാക്കി വരയ്ക്കാം. ഓക്കെ ആണല്ലോ? യെസ്, വീണ്ടും നമ്മൾ ഇതിനകത്ത് മാറ്റുന്നു, സ്കെയിൽ കൊണ്ടുവരുന്നു. ഓക്കെ, അത് കൊണ്ടുവച്ചു കേട്ടോ. എന്നിട്ട് ഇതേ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ളൊരു ഇതാണ് ഇതിനകത്ത് വരുന്നത്. 3 സെന്റിമീറ്റർ വീണ്ടും നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ 8 വശങ്ങളുള്ള ഒക്ടഗൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു പോയിന്റ്സ് ഒക്കെ ഒന്ന് മായ്ച്ചു കളഞ്ഞ് നമ്മുടെ കുട്ടപ്പനാക്കാളെ. ഓക്കെ, യെസ്, നമ്മളത് റെഡി ആയിട്ട് എടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് കൊടുക്കണം? നമുക്ക് A B മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ C D E F G H എല്ലാവരും എഴുതി നല്ല അടിപൊളിയായിട്ട് നമ്മൾ എടുത്തു. 3 സെന്റിമീറ്റർ ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് എല്ലായിടത്തും 3 സെന്റിമീറ്റർ എന്നുള്ള കാര്യം കൂടി എഴുതാം. ആൻഡ് നമ്മൾ എടുത്തിരുന്നത് 135 ഡിഗ്രി ആയിരുന്നു. ആ കാര്യം കൂടി ഒന്ന് എഴുതി കൊടുത്താൽ ഗംഭീരമായിട്ട് നമ്മളുടെ ഒക്ടഗൺ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? യെസ്, അപ്പോൾ 135 ആണ് എന്നുള്ള കാര്യങ്ങൾ എല്ലാ കോണുകളിലേക്കും കൂടി എഴുതി നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. നമ്മളുടെ മൂന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഒരു സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ എ റെഗുലർ ഒക്ടഗൺ വിത്ത് ഓൾ വേർട്ടിസസ് ഓൺ ദ സർക്കിൾ. അതായത് നമ്മളിപ്പോൾ വരച്ച ആ ഒരു ഒക്ടഗൺ ഇല്ലേടാ, ആ ഒക്ടഗണിന്റെ എല്ലാ വശങ്ങളും ഇനി വരയ്ക്കാൻ പോകുന്ന സർക്കിളിന്റെ ഉള്ളിലായിരിക്കണം. അതായത് സർക്കിളിന്റെ ഉള്ളിലാണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത് നമ്മളുടെ ഒക്ടഗൺ. ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ എല്ലാ വശങ്ങളും വരേണ്ടത് നമ്മളുടെ എന്തിൻ്റെ ഉള്ളിലാടാ? നമ്മളുടെ സർക്കിളിൻ്റെ ഉള്ളിൽ ഇതുപോലെ എല്ലാ മൂലകളും ഇങ്ങനെ മുട്ടി വരണം. നോക്കിയാലോ, റേഡിയസ് തന്നിട്ടുണ്ടല്ലേ? നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. നമുക്കൊന്ന് നോക്കാം. യെസ്, അപ്പോൾ 3 സെന്റിമീറ്റർ റേഡിയസ് വരുന്ന ഒരു സർക്കിൾ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം? നമ്മളുടെ സെൻട്രലിൽ നിന്നും നമ്മളുടെ സർക്കിളിലേക്ക് വരുന്ന ആ റേഡിയസ് പോർഷൻ നമ്മളൊന്ന് വരച്ചു. നമുക്കൊന്ന് പേര് കൊടുക്കാം. ഇറ്റ്സ് 3 സെന്റിമീറ്റർ റേഡിയസ് ആണ്. 3 സെന്റിമീറ്റർ റേഡിയസ് ആണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കൊടുത്തു. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എത്രയാണ് എടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 8 വശങ്ങളായിട്ട് അല്ലെങ്കിൽ 8 കഷ്ണങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ? ഇവിടെ ഒരു സർക്കിളിനെയാണ് നമുക്ക് 8 കഷ്ണങ്ങളായിട്ട് അല്ലെങ്കിൽ ഒക്ടഗൺ ആണ് വരയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 8 സൈഡ്സ് ഉണ്ടാവണം അല്ലേ? അപ്പോൾ 8 കഷ്ണങ്ങളായിട്ട് മുറിക്കുമ്പോൾ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു സർക്കിളിന്റെ മൊത്തം ആംഗിൾ എത്രയാടാ? 360 ആണ് ഒരു സർക്കിളിന്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ 8 കഷ്ണങ്ങളായിട്ട് മുറിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഡിവൈഡഡ് ബൈ 8 ചെയ്യണം അല്ലേടാ? അപ്പോൾ 45 ഡിഗ്രി ആണ് ഓരോ സെൻറ്റർ ആംഗിളും വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോന്നിലും കൊണ്ടുവച്ചിട്ട് 45 ഡിഗ്രി എടുക്കണം. അല്ലാതെ നമുക്ക് മറ്റൊരു മെത്തേഡ് കൂടി ഉണ്ട്, നമുക്ക് അതും കൂടി പറഞ്ഞ് ഞാൻ തരാം. യെസ്, അപ്പോൾ അത് കൃത്യമായിട്ട് കൊണ്ടുവയ്ക്കാം. 45 ഡിഗ്രി ആണ്, മറന്നു പോരുത്. 45 ഡിഗ്രി ആണ്. എങ്ങനെ കിട്ടിയെന്ന് കൂടി ഒന്ന് എഴുതി വെക്കണം എല്ലാവരും. യെസ്, 45 ഡിഗ്രി കിട്ടിയ കാര്യം എങ്ങനെയാണെന്നും കൂടി ഒന്ന് എഴുതി വെക്കണം. എന്നിട്ട് 10 20 30 40 45 എടുത്തുല്ലോ. യെസ്, 45ൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് 45 കിട്ടി. നമ്മൾ ഇങ്ങോട്ടേക്ക് വരയ്ക്കുവാണ്ട് 45ൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഒന്നുകൂടി നമുക്ക് വരച്ചെടുക്കാം. 45ൽ കൊണ്ടേ നമ്മൾ വയ്ക്കുന്നു. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വീണ്ടും ട്രാക്ടർ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് നോക്കണം കേട്ടോ കൃത്യമായിട്ട് വന്നിട്ടുണ്ടോന്ന്. എന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോയ സാധനം എന്ത് ചെയ്യാം? നമുക്കൊന്ന് മായ്ച്ച് വൃത്തിയായിട്ടിരിക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയല്ലേ? അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇനി ഫുള്ളായിട്ട് എല്ലാത്തിലും കൊണ്ട് ഇങ്ങനെ 45 ഡിഗ്രി എടുത്ത് ചെയ്യാതെ നമുക്ക് ഒരു
പ്രത്യേക ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രണ്ട് പോയിന്റ്സ്, ഈ രണ്ട് പോയിന്റ്സിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ രണ്ട് പോയിന്റ്സിനെയും കണക്ട് ചെയ്തുകൊണ്ട് രണ്ട് ആർക്ക് നമുക്കൊന്ന് വരച്ചു നോക്കാം. ജസ്റ്റ് ഒരു കോമ്പസ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ആർക്ക് ഒന്ന് വരയ്ക്കുക. എന്നിട്ട് കോമ്പസിലെ ഇതിൻ്റെ ഒരു നീളം ഒന്ന് അളന്നെടുക്കുക. ഈ നീളം എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, എല്ലായിടത്തും ഇതുപോലെ ആർക്ക് ഇട്ട് കൊടുത്താൽ പോരെ. നമ്മൾ സർക്കിളിന് ചുറ്റും ഇതുപോലെ തന്നെ ആർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ, നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലായിടത്തും 45 ഡിഗ്രി എടുക്കണ്ട. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോടാ? എന്താണ് എല്ലായിടത്തും 45 ഡിഗ്രി എടുക്കണ്ട. നമ്മുടെ കോമ്പസ് വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്കിത് കണ്ടുപിടിക്കാം. നമുക്ക് നോക്കിയാൽ എങ്ങനെയാണെന്ന്. നമ്മളിപ്പോൾ 45 ഡിഗ്രി വീതം വരുന്ന നമ്മുടെ കോമ്പസിൽ ആർക്കൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ പോയിന്റ്സ് 8 പോയിന്റ്സ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ മക്കളെ? ഇനി എന്ത് ചെയ്താൽ മതി, ഈ 8 പോയിന്റ്സിനെയും പരസ്പരം ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഒക്ടഗണാക്കി എടുക്കാം. നോക്കിയാൽ അത് ഇതിനകത്ത് ഞാൻ ഇതിനകത്തേക്ക് വരയ്ക്കുന്നു. അതിനുശേഷം വീണ്ടും ഇതിൽ നിന്നും അടുത്തതിലേക്ക് വരയ്ക്കുന്നു. യെസ്, സെയിം തന്നെ നെക്സ്റ്റ്. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ 8 എണ്ണം വരെയും റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പം അങ്ങനെ നമുക്ക് 8 വരകൾ കിട്ടി. അത് ഒരു ഒക്ടഗണായിട്ട് മാറുന്നു. ഇനി നമ്മൾ സർക്കിളൊന്നും വായിച്ചു കളയരുത് ലാസ്റ്റ്. കാരണം നമ്മൾ സർക്കിൾ ഉപയോഗിച്ചാണ് ഈ ഒരു ഒക്ടഗൺ വരച്ചത്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ഈ ഒരു സർക്കിൾ അവിടെ ഉണ്ടായിരിക്കണം. 3 സെന്റിമീറ്റർ ആണ് അതിൻ്റെ റേഡിയസ് നമ്മൾ എടുത്തത്. ഓക്കെ ലേടാ? അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കൃത്യമായിട്ട് തന്നെ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് നോക്കണം ആൻഡ് വരച്ച് പഠിക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ.